കളിച്ച കളിക്ക. ഈ ബഷീറിന് ഇട്ടെടുത്താ നിന്നെ പോലീസ് എടുക്കാന്ന് പറഞ്ഞാ. കൊരട്ടിയില് ബഷീറിന് ഇട്ടെടുത്ത ആദ്യത്തെ ഡാവലടാ നീ. നിന്നെ പൂളാന്ന് പിള്ളേര് പറഞ്ഞതാ. പക്ഷെ എനിക്കൊരാശ, നിന്റെ ദേഹത്ത് വീണ ആദ്യത്തെ സ്റ്റിച്ച് എന്റെ കൈ കൊണ്ടാവും. കോക്കാനെ കൊടിയോട് കളിച്ചാ ഇതുപോലെ ഇരിക്കും. ഈ കൊരട്ടിയങ്ങാടി കൊടി മാത്രം മതി. കേട്ടടാ? സത്യം ചെയ്യണമെങ്കിൽ എടുത്തോണ്ട് പോടാ. പോടാ. ചോടിയല്ലേ പോലീസുകാർ പോലും ചോദിക്കാനില്ല. അതെ, നിങ്ങളെ പോലീസുകാരെ കാണാത്തണ്ട. പിള്ളേരല്ലടാ. നിന്നോട് ആരാടാ പറഞ്ഞത് അച്ചാർ വിറ്റ കാശെടുത്ത് പുസ്തകം മേടിക്കാൻ? ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. മക്കൾ വിട്ടോ. നമ്മുടെ പച്ചക്ക അങ്ങോട്ട് കൂട്ടി വെച്ചു. ഞാൻ പോയിട്ട് നേരത്തെ ഇങ്ങോട്ട് വരാം. അതെന്താ? നിങ്ങളല്ലേ പറഞ്ഞത് കുടിക്കിട്ട് പണി കിട്ടിന്ന്. നേരത്തെ വന്ന ബാക്കി പൂരവും കൂടി കാണാല്ല. ഒരു പരസ് കേട്ട് അതേടോ, പിള്ളേരായതുകൊണ്ട് തന്നെ വെറുതെ വിട്ടത്. അല്ലാതെ തണ്ടും തടിയുള്ള സെബാട്ടിയും പിള്ളേര് ഞൊട്ടാതെ വിട്ടിട്ടുണ്ടാ. ഏതാ ശനി ഡാവ്? തന്റെ അമ്മാവന്റെ മോനാ? നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോവാൻ നോക്കി. എന്താടോ എന്നെ പറഞ്ഞോട്ട് നിങ്ങൾക്ക് രണ്ടു കൂടി ഒരു മാമാപ്പണിയുണ്ടാ? ദേ കൊടീനെ വിട്ടേക്ക്. പക്ഷെ സെബാട്ടി സുധീറും അറിയാതെ ഏതെങ്കിലും ഒരുത്തം വന്ന് ഇവിടെ പണിയാൻ നോക്കിയാ തന്നോടും കൂടിയാ പറഞ്ഞത്. പോട്ടെ. പോണ്ടേ മറ്റോന്നരാ, ഞാനേത് മാമാപ്പണിക്ക് വന്നാ നിനക്കിപ്പോ മനസ്സിലായ? കേടി കോരട്ടി കുറുത്ത് തന്നെടാ ഞാനും. നിനക്ക് സപാട്ടിക്ക് ഞാൻ സ്റ്റേഷനിലോടെ ഒരു വിരുന്നെടുക്കുന്നുണ്ട്. വിളിക്കുമ്പോ വന്നേക്കണം കേട്ടോ. പോട്ടെ. പുതിയ CA ചാർജ് എടുത്തിട്ടുണ്ട്. എല്ലാം വന്നെങ്കിൽ നേരന്നേക്ക് കേട്ടാ. എടാ നേതാവേ സവാട്ടി. സെബാട്ടി, പിപ്പിരി, ഈറ്റ. നിന്റെ എന്തുട്ടാ? അവനെ പരിപ്പെന്ന് സാറെ വിളിക്കുന്നത്. പരിപ്പ എന്തുട്ടാ ശരിക്കും പേര്? ശ്രീശാന്ത്. ഓ, വെറുതെ അല്ല അവനത്ര അഹങ്കാരം. നീടാ ഇവനാണ് ടിന്റുമോൻ. അവനെ പഴത്തൊലി സാറെ വിളിക്കുന്ന. എന്നാ തൊലി ആയാലും ഒരുമാതിരി തൊലിഞ്ഞ പണി കാണിച്ചാലുണ്ടല്ലോ. നീയാണ് ഇവരെ കാട്ടിത്തെളിച്ച് നടക്കണമെന്ന് എനിക്കറിയാം. ഇനി ഈ കൊരട്ടിയിൽ നീയൊക്കെ ആരുടെയും മുഖത്തൊന്ന് ചുമ്മാ നോക്കിയ ഞാനോട് പലവണ പറഞ്ഞിട്ടുണ്ട് പണിക്ക് കൊടുക്കും കുറിച്ച് തൊള്ള പിടിച്ചു. കുറെ നാളായി ഞാൻ ഈ കഴിവ് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളൊക്കെ എന്താ അമൂൽ ബേബീസാ? എന്നിട്ട് പണിക്ക് വരുമ്പോ ഒന്നും കാണാനില്ലടാ. ഞാൻ പണിയെ കാണാടാ. എനിക്കൊക്കെ കാണാ.
ആ ഇവിടെ ഉണ്ടറാക്ക എവിടെ കിടക്കടാ കുടുംബത്തെ അന്വേഷിച്ച പറഞ്ഞ് കാലത്തിറങ്ങിയാണെന്ന് അപ്പൊ ഇപ്പരി ഫുഡ് അടിക്കാനെങ്കിലും നിനക്കൊന്നും അങ്ങോട്ട് കേറി കൂടറാ. അവിടെ നിന്നൊരു വായ ചോറിനുണ്ടെങ്കിലേ 9,000 തെറിയേക്കേണ്ടി വരും. അതിലും ഭേദം എവിടെയാ? എന്താ ശാനെ ഒരു പ്രത്യേക ഗവനിക്കല്? ആ ഒരു പണിയുണ്ടറാ. ഒടിക്കേസ് വല്ലാണ് ഈ ചക്കരവിടാട്ടോ. ഒറ്റക്കിടിയിലേയും നപ്പടാവാ. അതിന് കോളങ്കലിക്ക് മീൻ പിടിക്കാനല്ല. സബാട്ടെ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ മുതലാളുടെ അള്ളിന്റെ കുറച്ച് സ്ഥലം നെടുമ്പശ്ശേരിലുണ്ട്. അതിപ്പോ കച്ചവടം ആക്കണമെങ്കിൽ സാജിന് പകുതി കൊടുക്കണമെന്ന്. കാശ് കൊടുക്കാൻ പറ്റാണ്ടല്ല, പക്ഷെ കിട്ടണത് മേടിക്കാൻ നോക്കണ്ട് വാശി പിടിക്കാൻ പാടണ്ട. അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ. ആരാണ് സാജൻ. ഇവിടെ വിറക് സാജനാടാ. നമ്മുടെ പള്ളിയങ്ങാടിയിലേ കൊട്ടയിലും കുടത്തിലും ഒതുങ്ങാത്ത ജാതിയാ. ഞാൻ ഭാഷം കണ്ടുണ്ട്. അവന് തിന്നണത് മുഴുവനും ഞാൻ തിന്നണത് മസലമേക്ക് തന്നെ കയറണ കണ്ടാ. നിനക്കത് വിശപ്പുണ്ടോ? ദാഹോലുള്ളൂ. പിന്നെ കുറച്ച് പുകയും കയറ്റി. അതെ എന്റെ പാത്രത്തിൽ നാറുണ്ട്. എനിക്കറിയാം. ഓ തന്റെ പാത്രത്തിൽ നാണ്ടി. കാര്യങ്ങൾ ഞാൻ ദേവനോട് പറയട്ടെ. സാജനാണ് ആള്. അവൻ ഇനി എഴുന്നേറ്റ് നടക്കരുത്. അങ്ങോട്ട് തളർത്തിയേക്ക്. അല്ലേലോനെ തല്ലി ജയിക്കാൻ പാടാ. അരക്ക് ചുറ്റും തൊള്ളയിട്ട മതി. അതെ ഫുള്ള് ലോക്കാക്കിട്ട് പണിതാ മതി. ഓൾറെഡിയുള്ളൊരു മുതലാവൻ. അവനെ കൊല്ലൊന്നും വേണ്ടട്ടാ. അവനെ അങ്ങോട്ട് ചതച്ചേക്ക്. സാജനെന്താ വേറെ സാജന വിടറാ. എനിക്ക് தெரியாதா? നമുക്ക് ആ സ്ഥലത്തിന്റെ കേസിൽ നിന്ന് മാറി നിൽക്കണല്ലോ. നീ ആരടാ ഉപയോഗിക്കാനായിട്ട്? പൊക്കം കുറെ ജിമ്മ് നമ്മടെ നായര് സുല്ലിട്ടില്ലടാ. കറുപ്പിനഴക് ഓ കറുപ്പിനഴക് ഓ പിന്നെയും കറുപ്പിനഴക് ഓ. നീ കണ്ണായിട്ട് മാറിയേക്കാ വന്നു. കുളിക്കേയില്ല. എടാ ജിജോ മാറിക്കേ. എടാ ഞാൻ റെഡി ആവട്ടെ. മാറടാ. കഴിഞ്ഞില്ലടാ അങ്ങോട്ട് മാറും മരത്തലയാ. പെണ്ണുങ്ങളെക്കാൾ
കാട്ടിൽ ഒരുക്കമാണല്ലോ നിനക്ക്. ഇതിനകത്ത് നീ എന്തോന്ന് എടുത്തിട്ട് ഒരുങ്ങാനാ? എടാ, ആ പിള്ളേര് പുറത്ത് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? അങ്ങോട്ട് പോകാൻ. അമ്മേ ഞാൻ റെഡി. കൊച്ചിനുള്ള പാലെടുത്തോടി. മെരക്ക്. പിന്നെ നിനക്കൊക്കെ എന്തോന്നിന്റെ ഓർമ്മയാ? അതെങ്ങനെയാ? എല്ലാത്തിനും ഒരുക്കി കെട്ടി അങ്ങോട്ടേക്ക് ഇറക്കുമ്പോ എല്ലാം മറക്കൂല്ലോ. ഇതൊക്കെ മതി പുണ്യാളിനെ കാണാനല്ലേ, അല്ലാണ്ട് കല്യാണം കൂടാനൊന്നും അല്ലല്ലോ. ഇനി മറ്റവരിപ്പോ ഒരുങ്ങിട്ട് തീരുവോ? എനിക്കൊന്നും അറിയില്ല. മോളെ സൂക്ഷിച്ചു പോണോട്ടോ. ശരി മാറിയേ. ദേ ഇവിടെ കിടന്ന് ഉറങ്ങരുത്. ആടും കോഴിയൊക്കെ ഉള്ളതാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണോന്ന്. മനസ്സിലായോ? ആ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഡാടാ ഇങ്ങോട്ട് ഇറങ്ങിക്ക്. അങ്ങോട്ട് മാറിയേ. ആഹാ കൊള്ളാലോ. ഇച്ചിരി ഇങ്ങോട്ട് മാറിയിരുന്നേ. ആ പോട്ടെ. ഡാ, നിനക്ക് ഈ തൂക്കുപാത്രത്തിന്റെ പണിയല്ലാതെ ഇതൊക്കെ ഉരുട്ടാൻ അറിയുവോ? അല്ല, പുണ്യാളച്ചന്റെ അടുത്തതിന് മുമ്പേ പരലോകത്ത് എത്തുവോന്ന് അറിയാനാ. ഒരു കാര്യം ചെയ്യ്, മക്കള് രണ്ട് കണ്ണടച്ചിരുന്നോ. ഇപ്പൊ തന്നെ അടക്കണോടാ. കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. പായും ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി പോകുന്നു വിണ്ണിൽ നിന്നെന്നും മായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നുവോ. തഴുകും തിരമാലകളോ നമ്മെ തേടും. തോരാത്തൊരു പൊന്മഴയിൽ ഞങ്ങൾ നനയും. ദൂരങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണും വേദനകൾ തേന്മലരായി ദൂരെ മറയും. പായും ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി പോകുന്നു പിന്നിൽ നിന്നെന്നും മായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നുവോ. വിധിയാലെ ദൈവം തന്നതാണോ? തെമ്മാടിമാരൻ ഭാഗ്യമാണോ? മികവുറ്റ ജീവിതം ജീവിക്കുമ്പോൾ മായില്ലൊരിക്കലും മുൻപ് കാലം. ഈ ഭൂമിയിൽ ഇത് സ്വർഗമായി ഇനി ഞങ്ങളും പുതുതാരമായി. നവരാവിൻ താരങ്ങൾ, നവരാവിൻ താരങ്ങൾ. കനലാട്ടമായി കരയോട്ടമായി കര കാണുവാൻ കൊതിയേറയാൻ മായപ്രാവുകൾ മണ്ണിൽ പാറിപ്പാറുന്നു. പായും ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി പോകുന്നു വിണ്ണിൽ നിന്നെന്നും മായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നുവോ. ഞങ്ങൾക്കു തണലായി നീലാകാശം. കാറ്റുപോൽ കാലം പോയി മറഞ്ഞു, പോരാട്ടക്കഥയോ നാടറിഞ്ഞു. പല കാഴ്ചയും പല കോലവും പകരുന്നൊരു ഉന്മാദവും പകൽപൂരം കാണുവാൻ കൂടെ പോരു കൂട്ടരെ.
പുതുജീവിതം ഇനി ഞങ്ങളിൽ തിരയാതെ വന്നൊരു ഭാഗ്യമോ വിട പറയും കാറ്റുമായി കൈകോർക്കും നാടുകൾ. ഓ പായും ലോകത്തിൽ തീരാമോഹങ്ങൾ തേടി പോകുന്നു നാം. വിണ്ണിൽ നിന്നെന്നും മായ സ്വപ്നങ്ങൾ നമ്മെ തേടുന്നു പോ. തഴുകും തിരമാലകളോ നമ്മെ തേടും. തോരാത്തൊരു പൊന്മഴയിൽ ഞങ്ങൾ നനയും. ദൂരങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണും വേദനകൾ തെന്മലരായി ദൂരെ മറയും. എടി, പെണ്ണുങ്ങളായ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഇറങ്ങിപ്പോണം. ഓ, ഞാൻ ആരോടാ ഈ പറയുന്നത്? എടി അന്നെ അന്നെ കഴിഞ്ഞില്ലേടി നിന്റെ ഒരുക്കം? ഓ, സുന്ദരിക്കോതയുടെ ഒരു ഒരുക്കം. എന്റെ പൊന്നമ്മേ, വൈകിട്ട് ഇത്തിരി നേരത്തെ എത്തണം. അത്രയല്ലേ ഉള്ളൂ. നോക്കട്ടെ. നോക്കിയാ പോരാ, 3-3:30 ആകുമ്പോ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിലേ ചെക്കൻ അവന്റെ പാട്ടിനങ്ങ് പോവും. ഓ, അത്ര തിരക്കുള്ള ആളാണോ? ഇനി കളക്ടറോ മന്ത്രിയോ വല്ല ആണോ? നിന്റെ തന്ത കൊണ്ടുവരുന്ന പോലുള്ള ആപ്പുകൂപ്പൊന്നും അല്ല, മനസ്സിലായാ? നിങ്ങളോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ നിന്നാലേ ആ മാനേജർ പെട്ടയുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ആണോ? ഓടി അവിടുന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ആ, പല്ലിയപ്പും കുളിയൊക്കെ ഉണ്ടല്ലോ. ഇന്നെന്താ ജനിച്ച ദിവസാ? കുളിക്കാനാ ഞാനാ. ₹1 കയ്യെ കിട്ടും. സ്ഥലടപാടാ. പണി കനത്ത വേണ്ട, ഒന്ന് പേടിപ്പിച്ചാ മതി, അവൻ തരും. ബലം പേടിച്ച ഒന്ന് പൂളി. മതിയാശാനെ കാത്ത പറഞ്ഞു. ഒരുമാതിരി കോച്ചക്കാലിന്റെ പരിപാടി. പറ. എന്നാ രജിസ്ട്രേഷൻ മറ്റന്നാ എറണാകുളത്ത് ഒരു 10 മണിക്ക് എത്തണമെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങണം. നിങ്ങൾ സുധീറിനെ വിട്ടാ ഗാഡി എടുപ്പിച്ചോ, ബാക്കിയെല്ലാം പഴയ പോലെ. പാല ബൂബി എന്നൊക്കെ പറയുമ്പോ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടാവോ? എന്തുട്ട് പിള്ളേർ സെറ്റ് നമ്മ കാണത്തോണം. കൂടിപ്പോയ അച്ചാഞ്ചൊക്കെ ബലം പിടിക്കും, അത്രേ ഉള്ളൂ. ഇതാണ് നിനക്കൊക്കെ പിള്ളേരളിയാ. ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാലേ ഹൈ വോൾട്ടേജിലെ പിള്ളേരുണ്ടാവും. പണി പാളിയാ, മക്കള് മല ഇറങ്ങില്ല. പിന്നെ മലയിലെ പിള്ളേര് എന്തുവാ എന്നതാന്നൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും പണി കഴിഞ്ഞ് പള്ളിക്കാനുള്ള പിള്ളേര് ഉണ്ടാവും. പാളാണ്ടിരുന്ന നിനക്ക് കൊള്ളാം. പണി തീരണവരെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അന്ന് മക്ക കേട്ടോ. നിന്നോട് എന്റെടാ പന്നി വാടാ നീ ഇവിടെ വാടാ നീ ആരുടെ പന്നി. എടുത്ത് മാറ്റാ എടുത്ത അയ്യേ നിനക്ക് ചെയ്യാൻ തന്ന പണി അത് നീ ചെയ്യാ. പിന്നെന്തിനാണ് വേറെ പിള്ളേരെ ഏൽപ്പിച്ചത്? ബഷീർ എടുത്തേക്കണ പണി ഇതുവരെ പാലിട്ടില്ല. ഇവനൊന്നും ചെയ്യാൻ അറിയണ്ട, അത് നിന്നെ ഏൽപ്പിക്കണ. പണി കിട്ടൂട്ടാ കൊക്കനെ നിനക്ക്.
ഇതൊന്നും അങ്ങനെ പറ്റിപ്പോയിക്കാ. CI മാറി ഇപ്പൊ പണി കിട്ടിയെന്ന് പറടാ. നീ ഒന്ന് പോയടാ പറ. കോർട്ട് സ്റ്റേഷനിൽ എത്ര CI മാറി വന്നതാ. കത്തി കുത്തിയൊക്കെ പള്ളേണ്ടാടാ. കോക്കാനെ പിള്ളേരല്ലേ. ഞങ്ങ പിള്ളേരാ. പക്ഷേ നിങ്ങളെന്ത് ഒരു ബീഡിക്ക് മരുന്ന് വെച്ചിരുന്ന ബഷീറല്ല. നമ്മുടെ ലീഡർ എത്ര ലോഡ് കഞ്ചാവോയില അച്ഛന്റെ ഗോഡൌണിലേക്ക് പോയേക്കണെന്നറിയോ? അതും കോയമ്പത്തൂരിന്ന് അങ്കമാലിക്ക്. ഇപ്പൊ പിടിച്ചത് അച്ചായന് പൊടിക്കേസാ. അതൊക്കെ ശരിയാ. പക്ഷെ ചോറ്റും പാത്രത്തിൽ കഞ്ചാവ് പറ്റിടക്കണ സുധീർ പറയണതേ കൊടിയുടെ തലവെട്ടി സെബാട്ടി ചെവി തോണ്ടിയാക്കിന്നാ. പള്ളിക്കനാൽമേ പല പട്ടികളും കറിക്കും. അതൊന്നും ബഷീർ വാക്കാറില്ല. பென்னி சும்மா இருப்பா இக்கா. அவனை தப்பா எடை போடக்கூடாது. அவன் நினைச்சாலும் இங்க மேட்டர்லாம் நடக்கும். പിള്ളേര് പിച്ച വെച്ച് കൊടുക്കുമ്പോഴേക്ക് പണിയും കഴിഞ്ഞ് പിച്ചാത്തേടി വെച്ചാ കോക്കാൻ. ബെന്നി ടൂൾസ് ആശാൻ പറഞ്ഞ പോലെ ഒന്നല്ലട്ടാ. പക്കന്റെ പണി ഡേഞ്ചറാ. അവന്മാര് നോട്ടിട്ട ഫോട്ടോ സെറ്റ് പരിവാവും. നീ ഒന്ന് പോയെന്റെ സപാട്ടി. നമ്മളെത്ര വർക്ക് ചെയ്തത് നെഗളിക്കല്ലടാ. ഏത് വഴിക്കാ പണി വേറെന്ന് പറയാൻ പറ്റില്ല. നീ വന്ന് മെന്റലായിരുന്ന ഇട്ടി ഞാൻ നെഞ്ചല് ഞാൻ വിളിക്കും. നാറികളെ, ഇരുട്ടത്ത് മാത്രം നടക്കണ തെണ്ടികളെ, നായിന്റെ മക്കളെ. അവരെ കയറി ചോദിച്ചിട്ട് അവരെ തൊള്ളേരിക്കണം മുഴുവൻ കേട്ടു കാണിച്ചു തരാം ഞാൻ. ചേറ്റകളെന്ന് എന്താടാ സബാട്ടി, നിനക്കെന്താടാ ഒരു ലച്ചക്ക് മൈൻഡ്? കൊടിയുടെ മേലെ കയറുന്നുണ്ടോ നിനക്ക്? വേണ്ടട്ടാ, പോറം പണിക്ക് പൊക്കോ. ഈ കൊരട്ടിയങ്ങാടിയിൽ കൊടി മാത്രം മതി. എന്താ ചക്ക, നിനക്ക് ദഹിച്ചില്ലേ? നീ ആരുടെ കൊരട്ടിയിലെ രാജാവാ? പാട്ടി തേണ്ടി. ഇനി കളിച്ച നിന്നെയൊക്കെ കപ്പക്കൂട്ടാക്കും. ഓടിയെത്താൻ നോക്കണ്ട, എത്താൻ പറ്റില്ല. എന്തിനാതല്ലേ നിങ്ങളേലും വലിയ മെണ്ടലാവൻ അവനോടാ. വളയടാ വളയി, വളഞ്ഞൊളഞ്ഞ് നിന്റെ തണ്ടെല്ലാം അവൻ കൊടിയുത്തും. അവന്റെ അടിവയില് തോളയിടാനുള്ള സമയം കണ്ടിട്ടാ. ആരും മിണ്ടാത്ത കാരണം അവന്റെ ഒക്കെ തല കൊരട്ടില് പോന്നിറങ്ങണത്. സബാട്ടി ഒന്ന് ചടപ്പിച്ചോളൂ. ചെക്കന്റെ മുണ്ടിന്റെ തല നനഞ്ഞ്. ഞാനൊന്നും ചെയ്യണ്ടടാ, ഒന്ന് നാവാടിയാ മതി. അവനറിയാൻ ബഷീറിനെ. அந்த பையனுக்கு போதம் வந்துருச்சா? சிஏ வந்து வாக்குமூலம் எடுத்துட்டு போயிருக்காரு. கொஞ்ச நாள் தலைமறைவா இருக்கிறது தான் நல்லது. இல்லாத சிஏ நம்மளை பஞ்சர் ஆக்கிடுவாங்கக்கா. കാക്കിമ തോളയിട് ഞാൻ തോള.
ഓടി വാടാ പഴത്തില് വാടാ. തിരിഞ്ഞു നോക്കട്ടാ, പോലീസ് പഴത്തില് കൂട്ടറാ. അയ്യോ ഓടാ വഴി തെറ്റളിയാ. എവിടെയാണ് വഴി തീരണേ? നിക്കാൻ പോയാ പിടിക്കവനെ, വിടരുന്നവനെ, വിടരുത്, പിടിച്ചവനെ. എടോ നിക്കണോ? ഓടരുത്, നിക്കണോ നിക്കണോടെ. ഇനി നീ എവിടെ പോണേ ഞാനൊന്ന് കാണട്ടെ. ഇനി നീ എങ്ങാട്ട് ഓടുകടാ? നീ എങ്ങാട്ട് ഓടൂ നീ? എടാ പുന്നാര മോനെ, നീ എന്റെ കൂടെ പോര്. അമ്മേ എടാ സവാട്ടി നായിന്റെ മോനെ, നിന്നൊന്നും വീട്ടിൽ തുറക്കൂലടാ. ആശാൻ തന്നെ വർക്ക് ഇനി നമുക്ക് വേണട്ടാ. ആ കിറുക്കന്മാരും മേടഞ്ഞെങ്കിൽ ഇഞ്ച പരിവായാനെ. 2 ദിവസം ഇതിന്റെ പിന്നാലെ നടന്നിട്ടും ഇവിടെ റോന്നുള്ളവരും അളറിഞ്ഞില്ലേ? ഇത് റോന്തിട്ടൊന്നുമല്ല, അവന്മാർ ഇതിനായിട്ട് തന്നെ വന്നതാ. എന്നാ പിന്നെ ജിജോനെ നോക്കിയാൽ മതി കേട്ടാ. ആ ചെക്കനെ ഒരു വണ്ടിക്ക് വട്ടം വെച്ചത് ഇവിടെ 11 പറഞ്ഞിട്ടില്ലേ? അതിനവനെ ഏറ്റിടണെങ്കിലാ എങ്കിൽ തീർന്നു. തടിമേ കട്ടി വീഴുമ്പോ ഉള്ള കാര്യം തുറന്നു പറയും. അവനങ്ങനെ പറയോ? അളിയാ 2 പേരുണ്ടാ. നീ എവിടെയായിരുന്നുടാ? അയ്യോ വഴി തെറ്റിപ്പോയേ, രക്ഷിക്കണേ. എന്തിനാ എന്റെ പിന്നാലെ പോടാ? എടാ പോടാ, ദൈവമേ പണ്ടാറക്കാലം എന്റെ പിന്നാലെ തന്നെയാണല്ലോ. അയ്യോ രക്ഷിക്കണേ, പോടാ. അയ്യോ എറിയരുത്, ചാടും. വേണ്ട എറിയരുത്, ചാടും. വേണ്ട പോടാ പട്ടേ. ദൈവമേ നീന്താനറിഞ്ഞ് രക്ഷപ്പെട്ടു. പോടാ പട്ടേ. നിന്നെ ഏറ്റിന്നാ വിചാരിച്ചേ. ഏറ്റും അതിനിടയില കിറുക്കം പേരും വിളിക്കണ്ടേടാ. അത് പിന്നെ പേര് വിളിച്ചില്ല മോശമാവൂലേ? ഡബിളാ വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ കിറുക്കന്മാര് കുടുംബത്തിൽ കിടപ്പായിരിക്കും. ഇനി കുറച്ചു കാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട. ആ സ്റ്റീഫനെ കനാലോട്ട് കാവലായിരിക്കും. ആശാൻ അയാളത് കാണട്ടെ ഞാൻ. Come on. എങ്ങനത്തെ നീ കിടന്ന് ഓടണേ? അമ്മ ഇഷ്ടമില്ല? പിന്നെ ആർക്ക് ഗുളിക മേടിക്കാണ്ടാ നീ കിടന്ന് വെപ്രാളപ്പെടണേ? എന്നിട്ട് കോലടത്. ഓ ഇതായിരിക്കും ഫ്രീക്ക് സ്റ്റൈല്. കുറെ മുടിയും താടിയും വളർത്തി ചന്തിയുടെ താഴെ കൊണ്ട് പാൻറ് വിട്ട് അപ്പിയിട്ട കഴിയാത്തവർ നടത്തും. നല്ലൊരു ഫ്രീക്ക്. മോനെ നാട്ടുകാർക്കോ വേണ്ട, നിന്റെ പെറ്റതള്ളൊക്കെ എന്തുട്ടിലും ചെയ്തെടുത്തുവിടറാ. അത് പോട്ടെ, നീ നന്നാവോ നന്നാണ്ടിരിക്കാൻ തുട്ടാട്ടെ. ബഷീർ എവിടാ? അറിയില്ല സാർ. ഇല്ല അറിയില്ല സാർ. അറിയില്ലടാ, സത്യമായിട്ട് അറിയില്ല. നീ നിങ്ങടെ പാക്ക് ചെയ്തോ, ഞാനേ ഇപ്പൊ വരാം. ഞാൻ കിലോത്തിൽ കുറവ് വരുന്നിട്ടാ.
എവിടാ? എന്താ സാറേ ഒറ്റയ്ക്ക് ഇവിടെ ഇറച്ചി മേടിക്കാൻ വന്നതാ? അത് ഇവിടെ അവിടെ എനിക്കുള്ള ഇറച്ചി എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാ. പിന്നെ അതൊന്ന് ചതച്ചെടുക്കണം. അതെന്തിനാ സാറേ? നിന്റെ വാപ്പയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ. കേട്ടറല്ലാം, ഈ കൊരട്ടിയിലെ ഗുണ്ടാന്ന് ലെവലിൽ ഒരുത്തനും ഇവിടെ വേണ്ട. അതിന് സ്റ്റീഫൻ ഉണ്ട് ഇവിടെ. വിളഞ്ഞ നിന്റെയൊക്കെ നട്ടല് നാക്കോടി വളക്കണ പോലെ ഞാൻ വളയ്ക്കും. കേട്ടല്ലോ? പേടിക്കണ്ട, കൊടിക്കെടുത്ത പണി എങ്ങനെടാ? അയ്യേ, കെട്ടിയവനും കൂടപ്പറപ്പുകളെ പറഞ്ഞപ്പോ പെണ്ണിനങ്ങോട്ട് സഹിച്ചില്ല. എടി, അവന്മാരെ മൂന്നേരെ എന്നോളം അറിയോടി നിനക്ക്? കാലത്ത് പിടിക്കാൻ വന്നിരിക്കുന്നു. എവിടെ സുധീര അവര്? എടാ എവിടെയെന്നാ നീ പറയണ്ടടാ. കയ്യിൽ കിട്ടിയാലേ പണിയെടുത്ത് തിന്നാൻ പറ്റാണ്ടുള്ള രീതിയിലാക്കുന്ന CI പറഞ്ഞിരിക്കുന്നത്. ജീവിക്കണമെന്നുണ്ടെങ്കിലേ മര്യാദയ്ക്ക് പോയി ഹാജരായിക്കോളാൻ പറഞ്ഞേക്ക്. കള്ളന് കഞ്ഞി വെച്ച ലക്ഷണം അവന്റെ മുഖത്ത്. എന്റെ പൊന്നു സുധീറേട്ടാ, എന്നെ അമ്മേനെ നോക്കണ്ട. ഈ കൊച്ചിനോർത്തെങ്കിലും പറ, അവരെവിടെയാ? അതോ എന്തെങ്കിലും പറ്റിയോ? പോലീസുകാർ വരുമ്പോൾ ഞാൻ ഈ കൊച്ചും കുളിമുറിയിൽ ഒളിച്ചിരിക്കുക. ആ ജാതി വൃത്തിയായിട്ട് വർത്താനം അവർ പറയണത്. ഞാൻ എന്താ ചെയ്യുക? അവരിടുങ്ങാനുണ്ടോ? അതോ? അവരിവിടെ ഉണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആശാന്റെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് പാളി. സംഭവം പോലീസുകാരും മണം പിടിച്ചു. എന്നെ കണ്ട് വർത്താനം നിർത്തണ്ട. എനിക്കറിയാം ഇവിടുത്തെ 3 പൊന്നുമക്കളും എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചിനെ പറയൂ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വാടക വീടെടുത്ത് മാറാൻ. 3 ഒരുമിച്ച് നിൽക്കുമ്പോഴാ പ്രശ്നം. ചേച്ചി ഇടതരം വെച്ചു കൊടുത്തിട്ടാ. പിന്നെ ഇങ്ങേരൊക്കെയല്ലേ കൂട്ട് പറഞ്ഞു പൊക്കി വിടാൻ. ലോകത്തിൽ നിങ്ങ മാത്രം ആണുങ്ങളുള്ളൂ പോരെ? അപ്പൊ തന്നെ വാളെടുക്കാൻ 3 മണ്ടന്മാര്. പെണ്ണേ, നീ സൂപ്പർ മാർക്കറ്റിൽ പഞ്ചാരപ്പത്തി ഒട്ടിച്ചാ മതി. ആ പശ കൊണ്ട് ഈ സുധീറിന്റെ വായടക്കാൻ നോക്കണ്ട. ഡോ, കാര്യം പറയുമ്പോ നിങ്ങക്ക് ഇഷ്ടപ്പെടില്ല. മര്യാദക്ക് നടന്നില്ലെങ്കിലേ കണ്ടോണ്ട് കൈ കൊണ്ട് തീരും. ചേച്ചി കൊച്ചിനെ പിടിച്ചോ, പഞ്ചാരപ്പത്തി ഒട്ടിക്കട്ടെ. അതെ, പണി കഴിഞ്ഞ് വീട്ടിൽ പോവണ്ണേ. വഴിയിലൊക്കെ നിന്നാലേ കണ്ടോമാരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. എന്തുട്ട് പണിയാണ്ട് അച്ഛനെ കാണിച്ചേ? ഇത്രയും ദിവസം മാർക്ക് എടുത്ത് എങ്ങനെയാ പാളിയേ? ഡാവിനൂടെ പിള്ളേരെങ്കിലും നമുക്ക് ആരെയും സൈസാക്കിയേനെ. അപ്പൊ നോക്കുമ്പോഴാ കിറുക്കന്മാര്. ഇന്ന് പിടിച്ചിരുന്നെങ്കിലേ ഉള്ളതില്ലാത്ത കൂടി ഫിറ്റ് ചെയ്ത് തന്നേനെ. തല്ലതെടുക്കണ ഒരേ ഏട്ടപ്പാട്. ഇതിപ്പോ ആദ്യമായിട്ടല്ലോ പണി വളണേ. ഇതിനു മുമ്പും പാളിയുണ്ട്. സാധാരണ നീയൊക്കെ കൊണ്ടേ വട്ടം വെക്കണേ. ഇതിപ്പോ കിറുക്കന്മാര് വെച്ചു. അല്ലാണ്ട് അത് ലോക്കായില്ല, പിന്നെന്തടാ? ഇപ്പൊ ലോക്കായാലോ? CI ഇപ്പൊ പണി നേരിട്ടാ. അയാൾക്കാണെ ഗുണ്ടകളോടൊരു പ്രത്യേക വാത്സല്യ. കൈ കിട്ടാണ്ടില്ല, പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത രീതിയിലാക്കും. അയാളുടെ കയ്യിലാണ് കിട്ടുക. തീർന്നു. പിന്നെ പോവാൻ പറടാ. നിന്റെ കയ്യിലേ കൂട്ടുള്ള ചേമ്പ് വീഴുമ്പളേ ഞാൻ തന്നെ അല്ലടാ മുതലാളിയുടെ കൈ കാശും മേടിച്ച് ഇറക്കണേ. താൻ ഇറക്കണ അതൊന്നും ഇവിടെ വിളമ്പണ്ട. കേറി ഇറങ്ങിയിട്ടുള്ളൊക്കെ എല്ല് വെള്ളോട്ട് തന്നെയാ. പിന്നെ ഇതിലെങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ ഏക്കത്തിന്റെ അടിവയറ് കലങ്ങിയനെ. ഒറ്റക്കാണെങ്കിൽ ഷിച്ച് പോട്ടെന്ന് വെച്ചോളൂ. ഇത് പെണ്ണും പെടക്കോടെ കൊണ്ടായി പോയി. മേലാൽ ഇറക്കണ കഥയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ പണി പാളി നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടോ. അവന്മാര് വെള്ളമൊഴിച്ച് ബാറിലിരുന്ന് ഇപ്പം വിളമ്പിതല്ല കിറുക്കന്മാര് കേട്ടതാ. ഇനി ഇതും പറഞ്ഞ എന്റെ മെക്കിട്ട് തരാനാണെങ്കി ഇങ്ങോട്ട് നോക്കിയേ,
ആശാനെന്ന് വിളിച്ചിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാ. വേറെല്ലാം വിളിച്ച് വന്ന പിള്ളേര് അവരെ കൊണ്ട് ഞാൻ ജയിക്കും. നിന്നെ കൊണ്ടൊക്കെ ജീവിക്കാമെന്ന് എനിക്കൊരു നിർബന്ധമില്ലടാ. എന്നെ കൊണ്ട് ചെയ്യിക്കരുതാ. ആശാൻ ഇങ്ങോട്ട് വന്നേ. ഞാനിപ്പോ വന്നതാ കുറ്റം. അല്ലേലും നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ. നിങ്ങളുടെ കൈ കൊടുത്ത് വീണപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്നെ ആലോചിക്കണ്ട, ഈ കൊച്ചിനെ ആലോചിച്ചെങ്കിലും. ാണോ കുഴപ്പം? നാട് മുഴുവൻ നല്ല പേരാണല്ലോ. 2 പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലെ പോലീസുകാർ കയറി ഇറങ്ങണത്. നാട്ടുകാർക്ക് പറയാൻ വേറെന്തെങ്കിലും വേണോ? നിനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോടാ. ഞാൻ പറഞ്ഞ അങ്ങനെ കേക്കില്ല. എന്റെ ഒരു തലവേദി. നിങ്ങൾക്കായാലും എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ? ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ പാളത്തെ വണ്ടി പോണ സമയം എനിക്കറിയാം. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? എന്റെ കൊരട്ടിമുത്തി. വൈകിട്ടത്തേക്കുള്ള ചോറ് സുധീരേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിടാം. എന്താടാ? ഞാനൊന്ന് മുതലാളിയുടെ അടുത്ത് പോയിട്ട് വരാം. ആ കൊടിക്കിടി തല വെക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. ഒരുമിച്ച് നിന്നാ ഇനി നമ്മുടെ കാല. ഈ കൊരട്ടി ഇനി നമ്മുടെ കയ്യിലാ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുടുചോരയിൽ അത് നീക്കി വേട്ടനായി കൂരക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുടുചോരയിൽ അത് നീക്കി വേട്ടനായി കൂരക്കാട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവിൽ അത് മറയും. വാക്കാൽ കഥ വേണ്ടേരി നോക്കാൽ ഇനി പറയാം കഥ. കൊരട്ടി പട്ടണ റെയിൽവേ ഗേറ്റ്. പ്രത്യേകിച്ച് വിളിക്കണം പന്നി. എന്ത് ചിരിച്ചിക്കവിടെ പിന്നെ പ്രത്യേകിച്ച് വിളിക്കണടാ. ഇങ്ങോട്ട് പാടാ. മാറി കിടക്കണം നിന്റെ അമ്മയുടെ വീട്. തേണ്ടി പെൻസില് 2 അല്ലേ? ഇതുപോലെ ഒരാൾ കൊടുക്കടാ. കൊടുക്കടാ. അയ്യോ നന്ദ് കൊടുക്കടാ. അയ്യോ കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുടുചോരയിൽ അത് നീക്കി വേട്ടനായി കൂരക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുടുചോരയിൽ അത് നീക്കി വേട്ടനായി കൂരക്കാട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവിൽ അത് മറയും. വാക്കാൽ കഥ വേണ്ടേരി നോക്കാൽ ഇനി പറയാം കഥ. കൊരട്ടി പട്ടണ റെയിൽവേ ഗേറ്റ്. എന്തുട്ടാ പാളത്ത് പാണ്ടികളിരിക്കണ പോലെ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, പണി തരാടാ. വേറൊക്കെ സാഹചര്യം തീർത്ത് ഇക്കിങ്ങോട്ട് ഇറങ്ങട്ടാ, പാണിയെ തരാടാ. വാടാ, ഇങ്ങോട്ട് വാടാ, വാടാ.
പിന്നെ നടക്കും. നിർത്തിടാ നിർത്ത്. വീട്ടിൽ കയറി പണിയോടാ. കോക്കാൻ വെറുന്നറിയ. ഒരു ദിവസം എന്റെ പോക്കറ്റിട്ടൊന്ന് മാന്തിയതാ. എന്നിട്ട് ഞാൻ മുട്ടാൻ നിന്നില്ല. വേറൊന്നുമല്ല, ഒന്നാമത്തെ അവന് എന്റെ അത്ര പോക്കൂല. പിന്നെ ഈ താഴെയുള്ളവരോട് ഞാൻ മുട്ടാറില്ല. പൊടിയുടെ പേരും പറഞ്ഞായിരുന്നു ആൾക്കാരുടെ മെക്കിട്ട് കയറ്റം. മറ്റു സപാട്ടിക്ക് വല്ല നോട്ടമുണ്ടാ അവൻ ഇഞ്ച ചതക്കണ പോലെ എടുത്തിട്ട് ചതച്ചിട്ടുണ്ടാവും. എന്റെ കൊരട്ടി മുത്തി അതെനിക്കൊന്നും കാണാൻ പറ്റില്ല. സാരില്ല, കൊടി ഇറങ്ങിയ ഇതിന്റെ ബാക്കി ഉണ്ടാവല്ലോ. അന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി. നിന്നിടക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഇന്നലത്തെ പോലെ കവിട്ടടിക്കണിട്ട് എന്നെ വിളിക്കട്ടാ. നിനക്കതിന് കുനിൽ വെച്ചാറിയില്ല അകത്തേക്ക് ഒഴിച്ചു തന്ന. നീ കൊച്ചിനെന്തെങ്കിലും മേടിച്ച? ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. സ്വന്തം കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കടാ. എനിക്ക് സൗകര്യമില്ലടാ, വാങ്ങിച്ചു കൊടുക്കാൻ വേണം. പിന്നെ അവളുടെ ഓഞ്ഞ വർത്താനം ഇവനാകുമ്പോ ഒന്നും പറയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങടിയല്ലേ ഞാൻ കൊച്ചെന്തെങ്കിലും വാങ്ങിട്ട് വരാം. ശരി ശരി, നീയെങ്കിലും മണക്കുന്നല്ലോ കാറ്റേ. നീ എന്ത് സാധനം ആശുപത്രി മേടിച്ചത്? വെട്ടിരുമ്പളിയാ വെട്ടിരുമ്പ്. പാളത്തിലെ വിള്ളല് ചവിട്ടല്ലേ? അത് തറക്കല്ലടാ. തീട്ടി ചളിക്കാതെ വാ. കസ്തൂരി മണം പോയി. ഇത് നല്ല ഉണക്കട മണമുള്ളടാ. ഉണക്കേടല്ലേ, പച്ചടിയാണ് പച്ചടെ. കൂട്ടത്തില്ലെങ്കിലേ നടവഴി ഒന്ന് മാറി നോടാ. പോടാ. നീയൊക്കെ ഇവിടെ തന്നെ ഇരിക്കണ. തമാശ പോടാ. ചപ്പു വിശക്കുന്നുണ്ടാ? നിക്കട്ടെ കേട്ടോ, നിക്കട്ടെ. ചപ്പു ജനത്തെ വന്നിരിക്കുന്നു, എടുത്തു കൊടുക്ക്. കൊരയ്ക്ക് വരെ കേറ്റട്ടെ. മൂന്നെണ്ണത്തിനെ കൊണ്ട് വേറൊരു ഉപകാരവും ഇല്ലല്ലോ. തോന്നുമ്പോ ഇറങ്ങി പോവുക, കരക്കാരന്റെ മെക്കിട്ട് കയറുക. വന്നാ വന്നു, ഇല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും. കുറെ നാള് തന്തേനെ കൊണ്ടായിരുന്നു, അതൊന്ന് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവരൊന്ന് സമാധാനിച്ചതാ. പിന്നെ മക്കള് അങ്ങേരെ അന്വേഷിച്ച് പോലീസുകാരെ വരാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അങ്ങനല്ലല്ലോ. ലോകത്തുള്ള സകലരെയും വെറുപ്പിച്ചിട്ടേക്കുമല്ലേ. നീ ഈ പെണ്ണിനെ ഒന്ന് നോക്കടാ. തീ നിന്ന് പകുതിയായി. ആരോട് പറയാനാ? ഈ പറയുന്നൊന്നും അവന് കേക്കട്ടല്ലോ. കൊണ്ടുപോയി കൊടുക്കടി. നിന്നോട് പലതവണ പറഞ്ഞ പാത്രം കൊണ്ട് കുത്തിരുന്നു. എന്താണ് മോന്ത കെട്ടി പിടിച്ചിരിക്കണം? എനിക്കത് പോറിച്ചില്ലേ? ഞാൻ എന്ത് ചെയ്യാനമ്മേ? എന്ത് ചെയ്താലും കുറ്റം. എല്ലായിടത്തും പോയി ചത്താ മതി. നിനക്കൊക്കെ നേരത്തെ വെച്ചുണ്ടാക്കി തരുന്നതിന്റെയാ. ഇങ്ങനെ തന്നെ കാണിക്കണം. നീ എന്തിനാണ് കടന്ന് മൂങ്ങുന്നത്? കേറി പോകാൻ. ഇവരൊക്കെ എല്ലിന്റെ കുത്തിയിട്ടാ നാശം പിടിച്ചവനെ. സാധാരണ ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും തന്നാകും. ഇവിടെ മൂന്നും പോക്ക. ഇരിക്കുന്നൊരുത്തൻ നേരെ ചൊവ്വ കുടുംബം പോലും നോക്കത്തില്ല. അവന്റെ ഒരു പോലും പൊഴും പോണ്ടാരോടങ്ങാൻ. തലക്ക് തൊഴിലുണ്ടല്ലോ, തള്ളേനെ നോക്കുക. പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ചിലക്കരുന്ന്. കൊല്ലടാ, എന്നെ കൊല്ല്. കൊണ്ടല്ലേ നീയൊക്കെ കാണിച്ചോണ്ട് നടക്കുന്നതിന് അനുഭവിക്കൂടാ. അനുഭവിക്കാതെ എവിടെ പോകാനാ? തന്ത പോയിട്ട് നിന്നെയൊക്കെ നോക്കി വളർത്തിയിട്ട് എനിക്ക് ഒരു മണി അരിയുടെ ഉപകാരം ഉണ്ടോ? തള്ളയുടെ നേരെ കൈമുക്കിയ നീയൊക്കെ നോക്കിക്കോടാ. ഒരിക്കലും കൂടെ പിടിക്കില്ലടാ, ഒരിക്കലും. നാശം പിടിച്ചവനെ. ആ ചെക്കനോട് മിണ്ടായിരിക്കായിരുന്നു. വല്ലപ്പോഴും വീട്ടിൽ കയറുമ്പോൾ മര്യാദ അടിക്കുള്ള അവൻ ഓരോന്നും ചേർക്കിട്ടപ്പോ തള്ളക്ക് സമാധാനമല്ലേ?
ഇനി 2 കൂടി കെട്ടി തിന്നോ. അതിനു വേണ്ടി ബാക്കിയുള്ളവരെ മെക്കിട്ട് തരണം. മുടിഞ്ഞതല്ലോ ഊട്ടിക്കാനായിട്ട്. പട്ടി, നിനക്കൊന്നും വേണ്ടി കോറ്റിപ്പടയിൽ മണി അടിച്ചില്ലേടാ തെണ്ടി. പട്ടീനെ അഴിച്ചിട്ടോലും നടക്കാണ്. എന്താടാ നിന്റെ മോന്ത കണ്ടിട്ട് മെന്റലായ പോലെ? കുടുംബത്തിൽ കിടക്കാൻ പറ്റണില്ല. ഇരുട്ടത്തെ എപ്പോഴാ പണി കിട്ടണെന്ന് നോക്കി നടക്ക. പാട്ടി. നോയിന്റെ മോനെ പൊക്കണം. മേരിക്ക് ആശാര, നീ എന്താണ് മേരിയുടെ കൂടെ ആയിരുന്നാ? പണ്ടെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റോന്റെ ഒപ്പം ഇറങ്ങി വരുമ്പോ കരുതിയില്ല ജീവിതം ഈ പാളത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോവുന്ന്. അങ്ങനെ നല്ലത് കാണിച്ച് കൊതിപ്പിച്ചിട്ട് ചീഞ്ഞതൊന്ന് കൊഞ്ഞനം കൊത്തും. നേരെ ചീത്തയായത് പോലീസുകാരുടെ കൈ കൊണ്ടാന്ന് എല്ലാവരുടെ ധാരണ. എന്നെ കൊണ്ട് കൊടുത്തതാടാ. നോയിന്റെ മോനല്ലേ, അവനവന്റെ മുതലാളിക്ക് കൊണ്ട് കൊടുത്തതാ. ഈ റെയിലും എന്താ എന്നെ കൊണ്ടായത്? ജോണിനെ എവിടാ കൊന്നിട്ടത്? എന്നിട്ടത് പോലീസുകാരെ കൊന്നൊന്നാക്കി. അതിനുശേഷം ഒരുപാട് പോലീസുകാർ മേരിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നെ മേരിക്ക് മെന്റലായി. പ്രാന്തെടുത്ത് നടക്കുന്നവളെ ആരൊക്കെ വേണം? അളിയ അറിഞ്ഞ കോടി ഇറങ്ങിണ്ടെന്ന്. സപ്പാടിക്കും പിള്ളേർക്ക് പണി ഉറപ്പാ. കോടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ കോടി ഇറങ്ങിയിട്ടുണ്ടോ? നോക്കിയാ നോട്ടോ മോനെ. പോലീസ് കൊണ്ടുപോയി അങ്ങോട്ട് ഉണ്ടാക്കൂന്ന് വിചാരിച്ച ഇടിവണ്ടിയിലെ ഏമാര് മാറി മാറി വരും. പക്ഷെ കോടിക്ക് മാറ്റില്ലട്ടാ. കൊരട്ടിയില് വേറൊരുത്തനെ വാഴിക്കാൻ നോക്കണ്ട. വാഴിക്കില്ല ഞാൻ. മനസ്സിലാടാ? പാടാ. കേട്ടോ ഒന്ന് മാറി നേരാ. കൊച്ചിനെ ഇനി പേടിപ്പിക്കാത്ത കുഴപ്പമുള്ളൂ. അയ്യടാ ശരിയല്ല. കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം താട്ടമ്പേ. പൈപ്പിൻ ചോട്ടോട്ട് എല്ലാം നല്ല തണുത്ത വെള്ളം തന്നെ കിട്ടും. നിനക്ക് തിരി ഇത് ഇവിടെയാണോ കുത്തുന്നത്? കുറച്ച് മാറ്റി കുത്തിക്കൂടെ? എന്താടി എന്ത് പറ്റി? ഇവന്മാർ ഒഴിച്ചത് വല്ലതും മാറി കഴിച്ചോ? എന്ത് പറ്റേച്ചി? ഉച്ചക്ക് കഴിച്ചു വയറ്റി പിടിച്ചില്ലമ്മേ. അന്ന് അകത്ത് പോയി വാ എഴുതാൻ നോക്ക്. സപാട്ടെ ആഘോഷമൊക്കെ ഗംഭീരണ്ടല്ലേ?
ഇവൻ എന്താ ഇങ്ങനെ ജംഗ്ഷൻ മുതൽ കൂടെ വന്നതാ, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവനെന്താ പറ്റിയേ? എനിക്കാ വ്യസനം, വ്യസനം ഇല്ലാത്ത ടീമോള്. എന്റെ സുധീറേ, വിസിലടിച്ച കളിക്കണം. അതടുത്ത വിസിൽ കിട്ടണവരെ തന്നെ കളിക്കണം. അവനൊടുക്കത്തെ വിസിലടിക്കാൻ ഞങ്ങ റെഡിയാ. കൊണ്ടു കൊടുക്കില്ല, വന്നെ വാങ്ങണം. എടാ വിസിലും ബി പിയുടെ കളിയല്ലത്. എടാ നല്ലൊരു വെടി പൊട്ടിയ പറക്കാത്ത ഏത് കിളികളുണ്ട് കൂട്ടത്തില്? കൊടിയുടെ സൺ നീയാണെങ്കിലോ, നിന്റെ ചേട്ടൻ ആരും തല്ലിയ നീ സമ്മതിക്കോ സബാട്ടിയെ? ഇല്ല, ആ ഒരു മൈൻഡ് അവനുണ്ട്. ഓ പിന്നെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഔട്ടായി നടന്നോ, പക്കളിന് ജോയിന്റ് വിടുമ്പോ കരയരുത്. നിർത്തടാ, ഇത്തിരി പൊക്കടുന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വല്ല കഥയില്ല അവൻ. 2-3 ആള് തലങ്ങും വല്ലം പണിതാ അവൻ നൈസായിട്ട് ഉറങ്ങും. ഇവന്മാരൊന്ന് മനസ്സ് വെച്ചാ ഈ രാത്രി വെളുപ്പിക്കില്ല അവൻ. അല്ല, നല്ലൊരു ദിവസമായിട്ട് ഒരു ഒറ്റ ഒരെണ്ണം മനസ്സമാധാനം തരത്തില്ലേ? അല്ല, നന്നാവില്ലെന്ന് വെച്ചാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? നിന്റെയൊക്കെ വെല്ലുപ്പിച്ചിട്ടുണ്ടായിരുന്നപ്പം ക്രിസ്തുമസ് ദിവസം നിന്നെയൊക്കെ എടുത്തോണ്ട് പള്ളിയിലോട്ട് ഓടും. എന്തിനാന്നറിയോ? ആ തന്തയുടെ സ്വഭാവം ഉണ്ടാകരുന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് എന്തായി? മൊത്ത കുത്തിയോ കുമ്പളും. അതേടാ, ഞാൻ നിർത്താത്തതിന്റെ കുഴപ്പമാ. ഇത്ര പേടിയുള്ളവനെന്തിനാ ഈ പണിക്ക് പോകുന്നത്? അതേടാ, എന്തായാലും പറഞ്ഞ എന്റെ ബക്കറ്റ് കയറാൻ വരും. എന്തുട്ടാടി നല്ലൊരു ദിവസമായിട്ട് പിള്ളേരോട് കണകുണാന്ന് പറഞ്ഞോണ്ടിരിക്കണേ? നീ കുളിച്ച് പാതിര കുർബാനയ്ക്ക് പോവാൻ നോക്ക്. എടി ഓമനെ, കേക്ക് മുറിച്ചിട്ടുണ്ട്, ഒരു കഷ്ണം താടി. നിങ്ങൾ ഈ പിള്ളേരുകളി നിർത്ത്. ഈ കൊരട്ടിയിൽ നിവർന്നിക്കണേ അടിച്ചു തരണം. ആര് തടസ്സം നിന്നാലും. തല്ലാനും തല്ലുകൊള്ളാനൊന്നും നിങ്ങൾക്കാർക്കും പേടിയില്ല. പിന്നെ എന്തുട്ട് കൂടി പോവാൻ പറടാ. പള്ളി പോണം, ഇല്ലെങ്കിൽ തള്ള ദൂരം തരില്ല. സെറ്റില്ല, വീഡിയോ വിളിച്ചോ? ഇന്നലെ കൊടി കൊടി കൊറേ കേട്ടിയതല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഇത് ഫുള്ളാടാ. മാനേജർ പെട്ടതാണ് കടിക്കാൻ വേണ്ടി. ഒന്ന് പോടാ അവിടുന്ന്. നാളിട്ട് പാടില്ല. കുളിച്ചിട്ട് പള്ളി പോവാൻ നോക്കടാ. വാ മോള് കയറി വാ. വലിച്ചു കേറ്റ്. ആ പെണ്ണെവിടെ ജാനറ്റ്? ഇന്നലെ എന്തുട്ടാ പറ്റിയേ? ആ തിരക്കിനിടക്ക് ചോദിക്കാൻ മറന്നു. ദേ പോണ്, ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് നോക്കണില്ല. അപ്പളാ അടുത്തത്. ഇന്നലെ അവള് ഛർദ്ദിച്ചപ്പോഴേ ഞാൻ ചോദിച്ചതാ എന്ത് പറ്റിയെന്ന്. അപ്പൊ പറയാ കഴിച്ചത് വയറ്റി പിടിച്ചില്ല എന്ന്. ഉണ്ണിയേശു ജനിച്ച ദിവസം തന്നെ അറിഞ്ഞല്ലോ. ആഹാ, മോൾ അവനോട് ആ കൂട്ടുകെട്ടൊക്കെ അങ്ങ് നിർത്താൻ പറ. ഒരു സുധീറും ആശാനും. അമ്മച്ചി, അപ്പൻ നോക്കി നിൽക്കണ്ടാവും. പള്ളിയിൽ മണി അടിച്ചുട്ടോ. ഇവളെ കാണാൻ വന്നിട്ട് എന്തായി? ഓ, അതൊന്നും പറയണ്ട. സമയമാകുമ്പോ അതൊക്കെ നടക്കും. അമ്മച്ചി വരണുണ്ടോ? ഞാൻ പോവുക. കണ്ടോ, ഇതാണ് ഈ പെണ്ണിന്റെ കുഴപ്പം. കല്യാണക്കാര്യം പറയാൻ പാടില്ല. ഇവളുടെ തന്ത കൊണ്ടുവരുന്ന ഒറ്റ ചെക്കന്മാരെ ഇവൾക്ക് പിടിക്കണില്ല. ആ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചൊരുത്തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. ചെക്കൻ വിമാനത്താവളത്തിനടുത്ത് വലിയൊരു ഹോട്ടലിലാ കുക്കാന്നാ പറയുന്നേ. ദുശീലങ്ങളൊന്നുമില്ല. പക്ഷേ അടുത്ത ജൂലൈയിലേ നടക്കൂ. നല്ലതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. പോട്ടെ, പള്ളിയിലെത്താൻ വൈകും. ഇവിടെ ഉള്ളവന്മാരൊന്നും പള്ളിയിലും പോണില്ലേ? ആ, പോകും പോകും. എന്നെ കൊണ്ട് കുഴിയിലോട്ട് വെക്കുമ്പോ. ഒന്ന് ഒതുങ്ങിയടി. ആ കൊച്ചിനെ കുളിപ്പിച്ച് പള്ളി കൊണ്ടാ നോക്കിയടാ. വെറുതെ കുളിപ്പിക്കുമ്പോഴേ നീയും കൂടെ ഒന്ന് കുളിച്ചോ. നിന്റെ തലയും മുടിയും കണ്ടാ മതി. എത്ര ദിവസമായി കുളിച്ചിട്ട് ആർക്കറിയാം. ഇന്നാ കേറ്റ്. വേണോ വേണ്ടല്ലോ? വേണോ വേണ്ടേ? വേണോ വേണോ വേണ്ടല്ലേ? താങ്ക് യു.
എന്തടാ സബാട്ടി, സുഖല്ലേ? നീ ഇമ്മാതിരി അറിയായിരുന്നാ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിള്ളേരെ മേത്തേറി മെഴുകിയല്ലേ? അന്ന് നിന്നെ പിടിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ചപ്പിളി റോള് വേണ്ടാന്ന്. അതങ്ങനെയാ. അറക്കാൻ കൊണ്ടോണ മൂരിക്ക് ചിമിട്ടല് കൂടും. മെക്കിട്ട് കേറിയിട്ടാണ് ബഷീർക്ക പറ്റിപ്പോയി. അന്ന് ഞാനൊന്നും അങ്ങോട്ട് പറ്റി കേട്ടടാ. കാലുമേന്ന് രോമം പറഞ്ഞു പോയാ അതാരും പശ വെച്ചോട്ടിക്കാറില്ല. ഇനി എന്നെ വരുത്തിയ പറിച്ചു കളയും ഞാൻ മൂന്നിനേം. അല്ലെങ്കിൽ ഈ കരിക്കിന്റെ ഞെട്ടുമ്പോ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒരു വലി തള്ളേ. അതെന്നെ കൊണ്ട് ചെയ്യിക്കണ്ടെങ്കി മക്കളോട് അടങ്ങി ഒതുങ്ങി നടക്കാൻ പറ. തൂക്കിയിട്ടാണ് നടക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ കഴുത്തിലാ ആ നായിന്റെ ബോംബ് വാങ്ങി വെച്ചത്. പറഞ്ഞവരെ അയ്യോ സാറേ സാറേ നിന്നെ എവിടെ നിറയിട്ട്? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂപ്പര് വന്നപ്പോ ഞാൻ രണ്ട് വണ്ടി കയറിയില്ലേ. അവര് പറഞ്ഞു ഓടിയെന്ന്. അത് നിങ്ങൾ പിന്നെ അകത്തടക്കുമ്പോ പുറത്താരെങ്കിലൊക്കെ വേണ്ടേ? വേണ്ടേ? ഒന്നുമില്ല സാറേ. പിന്നെന്താ കിനി? അത് തമാശ പറഞ്ഞു സാറേ. തമാശിക്കാൻ നിന്റെ അച്ചു വിടാണ്ട പോലീസ് സ്റ്റേഷൻ.
എന്റെ പൊന്നുമക്കളെ ഒന്നും ചെയ്യല്ലേ സാറേ. അയ്യോ. തേങ്ങാക്കൊലം വാഴക്കൊലം മോട്ടി ചെല്ലുന്ന നിന്നെ കൊണ്ടിട്ടിരിക്കണ അറിയാലോ. എന്റെ ഒക്കെ തള്ളല്ലേ എന്തിനാ നല്ല ചുമന്ന് വെറുതെ സമയം കളഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന അന്തർവാഹിനി തന്നെ ഇരുന്നല്ലോ. എന്തേലും ചെയ്യല്ലേ ഞങ്ങളാണ് സാറേ. തള്ളട വെക്കിട്ട് കയറുന്നതിനാ. അവനൊന്നും ചെയ്യല്ലേ, അവനൊന്നും ചെയ്യല്ലേ സാറേ. ഹലോ സാർ, കൊടുക്കാം. ഹലോ സർ. ബഷീറിന്റെ കേസിൽ ആരാ റൈറ്റർ? സർ ഗോപിയ. ആ കേസിൽ സെക്ഷൻ 34 ഉൾപ്പെടുത്തി സർ. സെബാറ്റിനെ മാത്രം പ്രതിയെടുത്താൽ മതി. സർ. തള്ളേനെ പിള്ളേരെ ഒഴിവാക്കിയേക്ക്. സർ CI. താൻ ഞാൻ പറയണ കേട്ടാ മതി. ശരി സർ. സ്റ്റീഫൻ അല്ലേ? സർ സർ അവർ കുഴപ്പക്കാരാണ്. എന്നിട്ട് കുഴപ്പം ഉണ്ടാക്കുന്നവരെല്ലാം പിടിച്ച് അകത്തിടുകയാണല്ലോ. ചാച്ച ദേ വരുന്നു. കുറച്ച് ഉള്ളിക്കിഴങ്ങ പിള്ളേർക്ക് വൈകുന്നേരം പുഴുങ്ങി കൊടുക്കാം. ഇതൊന്നും വേണ്ടായിരുന്നു ചാച്ച. ഇനി ഇത് മതി അങ്ങേര് ചീത്ത വിളിക്കാൻ. ചാച്ചനിരിക്ക, ചായക്ക് വെള്ളം തെളിച്ചിട്ടുണ്ടാവും. പിള്ളേരൊക്കെ എവിടെ? ഒരുത്തിനകത്തുണ്ട്. 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിലാ. പൗഡർ ഇട്ടാ വെളുക്കുന്ന വിചാരം. അല്ല പിന്നെ വല്ലതും തിന്നാൻ കൊടുക്കണം. മൂത്തവൻ ചായക്ക് എന്തേലും മേടിക്കാൻ പോയിരിക്കുക. ഒറ്റയ്ക്ക് കടയിലൊക്കെ പോറായോ? ആര്? വാ വാ. കടയിൽ പോയതാ. അവൻ വരാറില്ലടി. അങ്ങേര് വന്നാലും ഇല്ലെങ്കിലും ഒരുപോലെ. 2-3 ദിവസം കഴിഞ്ഞ് ഇന്നാ വന്നത്.
കുളിയും തേവാരം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി വന്നാ പറയാൻ വന്നൂന്ന്. എന്തെങ്കിലും ഒപ്പിച്ചാ പിന്നെ അങ്ങേര് വന്നില്ലെങ്കിലും പോലീസുകാർ മുടക്കില്ലാണ്ട് വരും. അന്ന് മര്യാദയ്ക്ക് ചാച്ചനൊപ്പനും പറയുന്നത് കേട്ടാ മതിയായിരുന്നു. ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തുക. ആ മറ്റേ ഏർപ്പാടിന് പിള്ളേരെ കൊണ്ടുപോകാതിരിക്കാൻ പറയണം. കുടുംബത്തേക്ക് ഒന്നും തന്നില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി കേട്ടോ. എന്താടാ ഒരു കുശുകുശുപ്പ്? ചാച്ചൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞാൽ സിനിമക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അതോർത്തോണ്ടിരിക്കുകയാണോ? അതിനെന്താ കൊണ്ടുപോകാലോ? കുടുംബം മാറ്റേ രണ്ടുപേരും. അപ്പൊ ശരി, ചാച്ചൻ പറയുന്നത് കേട്ടോണം കേട്ടോ. നടക്ക നടക്ക. ടാറ്റാ. ഞാൻ താഴെ കുരിശെങ്കിലും ഒന്ന് കത്തിച്ചേ ചോദിച്ചേ. അല്ല കേൾപ്പി അത് പിന്നെ തനിക്കറിഞ്ഞൂടെ? പേടിക്കണ്ട, അടുത്ത ഷോയ്ക്ക് നല്ല ആളുണ്ടാവും. നോക്കാം. അരമണിക്കൂറായി പടം തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ആരണപ്പീട്ട നിന്റെ ദേഹത്ത് കൈവച്ചത്? 5-6 ആള് കൂടിയിട്ട് ഒരുത്തരെ തള്ളണ അത്ര ഇല്ല ചങ്കൂറ്റൊന്നല്ലേട്ടാ. ഒരട്ടി ഇവിടെ ആളെന്നിട്ട് ആർക്കട കൈവെക്കത്ര ചങ്കൂറ്റം താനാണ്. അത് പിന്നെ ഗോപി, ടിക്കറ്റ് ഇല്ലാണ്ട് കയറിയ തിരക്കില്ലാത്ത സമയത്ത് ഞാനൊന്നും പറയാറില്ലല്ലോ. മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും, അതുകൊണ്ടാ. അതിന് തന്റെ അപ്പന് തന്റെ അമ്മയുടെ വീട്ടുകാര് സ്ത്രീധനായിട്ട് കൊടുത്തൊന്നല്ലോ. കുറെ മാന്യമായിട്ട് സംസാരിക്കാം. മാന്യായിട്ട് സംസാരിക്കാലോ. പീറ്ററെ അമ്മ മാന്യായിട്ട് സംസാരിക്കുന്ന സാധനം എടുത്തടാ. മാന്യതക്കൊക്കെ നല്ല മൂർച്ചേട്ടാ. അത്യാവശ്യമുള്ള സമയമാണ്, അലമ്പുണ്ടാക്കരുത്. മാന്യായിട്ട് സംസാരിക്കുമ്പോ ഇടക്കേറി സംസാരിക്കണ. ആളോളൊക്കെ അകത്തലടാ. ഇവനെ ഞാൻ പോർത്തിട്ട് കൂട്ടിക്കോളാം. ചാച്ചാ, ചാച്ചാ, ചാച്ചാ. ആ അവനെ ഞാൻ കൊണ്ടുവന്നോളാം, നിങ്ങൾ പോയിക്കോ. പോകുമ്പോ ചോറ്റുപാത്രം എടുത്തോണ്ട് പോണേ. അമ്മേ, എന്റെ ചോറ്റുപാത്രം എവിടെ? അത് അവിടെ എങ്ങാനും നോക്ക്. 100 കൂട്ടം ജോലിയുടെ ഇടയില. സെബാസ്റ്റ്യന്റെ 5-6 വർഷാപ്പിന്റെ മുമ്പിൽ താടി വെച്ചൊരാൾ വരും. ഇതയാൾക്ക് കൊടുത്തിട്ട് കാശ് മേടിക്കണം. 5 രൂപ ചേട്ടനും അന്യനും കൂടെ എടുത്തോ, ബാക്കി കാശ് ഇവിടെ എത്തിക്കണം. നാ പൊക്കോ. ആ പിന്നെ
കണ്ണു കടന്ന് വായം പൊളിച്ചിരിക്കാതുകൊണ്ട് ഇതേ കൂടുതൽ സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അല്ല നിങ്ങൾ എന്തിട്ടേ കാണിക്കുന്നത്? അത് നിങ്ങൾക്ക് കൊണ്ട് കൊടുത്താ പോരെ. എന്റെ മക്കളെ കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ കൊണ്ടുപോയ പോലീസുകാരന് പോകും. വേറെ ആരും സംശയിക്കാതെ. എന്റെ മക്കളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ മക്കള് നിങ്ങളുടെ ആഗ്രഹമില്ലേ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നടക്കത്തില്ല. എന്റെ പിള്ളേര് തന്നെ പോലാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശരിയാക്കി തടിയാ. ജീവിക്കാൻ ഞാനിത്തിരി കഞ്ചാവ് എപ്പോഴും പൊക്കണയാളാ. ഇനി പിടിക്കാൻ വന്ന പൊള്ളയാൻ കയറും. മക്കളെ കാർന്നോരെ ഞാൻ ഇങ്ങോട്ട് പൊക്കി. ഇനി ആർക്ക് വേണ്ടിയിട്ടാ നിങ്ങൾ പണിയെടുക്കണേ? ആ പൊതി ഇങ്ങോട്ട് നിന്നിട്ട് മര്യാദക്ക് ബാഗ് എടുത്ത് ക്ലാസ്സിൽ പോവാൻ നോക്കടാ. കോക്കൻ ലൈൻ വെട്ടി കിടക്കുന്നുണ്ട്. നടക്കുള്ളൂ, അതൊന്നും അടുക്കില്ല. ഈ നാട്ടിലെ തെണ്ടികളുടെ ഭാവോ നമ്മ കുടിവെള്ളത്തിൽ വശം കളിക്കരിക്കണ പോലെയാ. തല തന്നെ ഇല്ലാത്തമാരിപ്പോ പത്തി വിരിച്ചടക്കണത്. സാബാട്ടി ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഒക്കെ ഇതിനുണ്ട്. പണിക്ക് വിളിക്കാൻ വരെ എക്കത്തിന് ബസ്സില. എന്തുട്ടയ്യ, ആശാന്റെ ആണെങ്കിൽ ഒരു അഡ്രസ് പോലും ഇല്ല. തലയിൽ കയറ്റി വെച്ചായിരുന്നല്ലേ, അനുഭവിച്ചോ. ഒന്നും തരണ്ടായിരുന്നു, ഒന്ന് വന്നൂടാ. ഞാനിവിടെ നിന്നാലേ നിന്റെ അനിയനൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ നടക്കും. പിന്നെ ജാമ്യത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നു, അതാ വരാൻ പറ്റാ. ഞാൻ എന്തുട്ട് നെട്ടോട്ടം? ആശാൻ ഡെയിലി മാർക്കറ്റ് വന്നുകൊണ്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ആ നിനക്കൊക്കെ അതറിഞ്ഞാ മതി. ഞാനത്രക്ക് തെണ്ടിയൊന്നുമല്ലടാ. നിന്നെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മുതലാളിയുടെ കാലും പിടിച്ച് വിളിച്ചു പറയിച്ച പിന്നെ ആരാ? പിന്നെ പണിക്ക് വിളിച്ചില്ല, അത് നേരാ. അത് വേറൊന്നുമല്ല, അവൻ ഷെഡിൽ കിടക്കുമ്പോൾ പാച്ച് വർക്കിന് നിന്നെയൊക്കെ കയറ്റണ്ടല്ലാന്ന് ഓർത്തിട്ടാ. ആ CI ആണെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഗോതമ്പ് കേക്ക് തീറ്റിക്കാത്തതിന്റെ വിഷമമായാക്ക്. അവസ്ഥ ഇതായോണ്ടാശാനെ അവനെന്താ കിട്ടാ പറയാശാനെ, ചെക്കനെന്ന് ഇറങ്ങ. എന്നിട്ട് വേണം നെഞ്ചും പിരിച്ചൊന്ന് നടക്കാൻ. അടുത്ത ആഴ്ച ഇറങ്ങുന്ന വക്കീല് പറഞ്ഞേ. നമുക്ക് അടുത്ത ആഴ്ച അവനെ ഇറക്കടാ. എന്തിയ പോരെ? പഴം
സപാട്ടെ പോണ്ട ഒരു സമയപ്പോ പോയി. അതിന്റെ വലിയ വെട്ടാനും ചാനും നമ്മളില്ല. എനിക്കിനി പോവാനൊന്നുമില്ലടാ, കിട്ടാനുള്ളു അതെനിക്കറിയാം. എന്താടാ ആശാന്റെ കുഴിയിലാണ് മണ്ണി ചോദിച്ചു വന്നതാ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഇനി ഞങ്ങളുണ്ട് സപാട്ടിനൊപ്പം. നിന്റെ ആശാന്റെ ആണ്ടിന് മുമ്പ് നിന്നെ അങ്ങനെ വിട്ടിട്ട് പോകാനാ നീ ഇങ്ങ് വന്നേ സപാട്ടിയെ, ഇവരോടൊക്കെ സംസാരിക്കാൻ. കോക്കാനെ, നിന്റെ ആശാൻ ബഷീർ എന്നോടൊന്ന് ചോദിച്ചു മേടിച്ചാണ്. നിനക്കറിയാലോ? അതെനിക്കറിയാം. എന്താ ജാമ്യം കിട്ടിയപ്പോഴേക്കും കുത്തിക്കഴപ്പോടെങ്ങടാ? നിന്റെയൊക്കെ തല വിചാരിച്ചിട്ട് പുല്ല് നിറഞ്ഞിട്ടില്ല അവിടെ. എല്ലാ വാലുകളും അത് ഓർത്താ കൊള്ളാം, അല്ലെങ്കിൽ തലയുടെ പോവും വാലുകളും. കേട്ടല്ല? പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടോണം. ഒരു തല നിന്റെ കൈ കൊണ്ട് പോയെന്ന് വെച്ച് ഇനിയും കിടന്ന് നെകളിച്ച ഓർത്തോ, ഈ സ്റ്റീഫനും അറിയാൻ കൊയ്യാൻ. കേട്ടല്ല? എന്താ നിനക്ക് വല്ല സംശയം ഉണ്ടോ? കണ്ടവന്റെ കാശും കൊണ്ട് കള്ളും കഞ്ചാവ് അടിച്ച് ഇവിടെ കിടന്ന് തോന്നിയാസം കാട്ടിയാലുണ്ടല്ലോ. വീട്ടിലിരുന്നോണെല്ലാം ഒറ്റയാണെന്നിനെ കൊരട്ടി കണ്ടേക്കരുത്. സ്റ്റീഫനെ ഇങ്ങോട്ട് വർത്തിക്കല്ലേ. പോടാ പോടാ പോടാ. നായിന്റെ മക്കള് അവന്മാരൊക്കെ ഒറ്റ കെട്ടടാ. എന്താ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത? കൊറേ കാലം കൂടി കാണണല്ലേ. അന്നമ്മ എന്തേ കെട്ടിച്ചു വിട്ടോ അതോ? എൽസിക്ക് അത്ര പെട്ടെന്ന് മോളെ കെട്ടിച്ചു വിടില്ല. കുടുംബത്തിൽ അന്നം മടങ്ങൂലേ ലേച്ചി? അങ്ങേര് ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്ന് നടക്കുന്നു വിചാരിച്ചില്ല. അതാ ഞാൻ അങ്ങോട്ടേക്ക് വരാഞ്ഞത്. ആശാനെ മുതലാനെ കൊണ്ട് കാശിറക്കിച്ചെന്റെയാ. ഇല്ലെങ്കിൽ ആ ചാന്തട്ട മുറി കിടന്ന് എന്റെ പണി തീർന്ന് കിട്ടിയനെ. മുതലാളി ചമ്പറഞ്ഞെങ്കിലേ നന്നായി പോയി. മോളെ നിനക്ക് കെട്ടിച്ചേരാറുന്നല്ലോ അയാൾ നിന്നെ ഇറക്കിയത്. നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാടാ ഓരോന്നുണ്ടാക്കി കൊടുത്തണത്. പിന്നെ ഇതൊക്കെ ഒരു നിസ്സാര കാര്യ. അതല്ലടാ. എന്തുട്ടതല്ല. എന്നാ നീയൊക്കെ പോയി അവനുള്ള രൂപ കൂടുന്ന വർക്ക് തുടങ്ങ്. കഴിഞ്ഞ ആഴ്ചയാ അങ്ങനെ ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയത്. പോകാൻ പറടാ ആശാൻ. ഇനി അങ്ങനെ നോക്കണ്ട. ഇനി വർക്കേ സുധീർ പിടിക്കും. പോടാ അവിടുന്ന്. അല്ലേലും ആശാനെ കണ്ണെടുത്താ കണ്ടുവിടാവന്. അതല്ലെങ്കിലും മുല്ല പൂക്കണത് മുക്കുറ്റിക്ക് പിടിക്കില്ലല്ലോ. ഇനി പോടരിക്ക അവിടുന്ന്. ഒരു പൊതിങ്ങെടുത്ത് സെറ്റ് ചെയ്യട്ടെ. മാറിക്കടേ.
ഇവളാരും കെട്ടിക്കൊണ്ട് പോയില്ലടാ. ഞാൻ വിചാരിച്ച കല്യാണമൊക്കെ കഴിഞ്ഞ് ഒക്കത്തൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നു. അതെ, വരുമ്പോഴേക്കും കെട്ടി കൊച്ചാവാൻ നീ പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ വന്നോമാരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പം മുതൽ എടുത്തിന് ഇഷ്ടമെന്നാ. അങ്ങനെ പറഞ്ഞാ ആരെങ്കിലും കെട്ടുവോ? നീ ആണെങ്കിൽ കിട്ടുവോ? അതാരാടാ അവളെ കുഞ്ഞുനാളെ പ്രേമിക്കുന്ന ഇവിടെ? അത് ശരി. അതെ, ഒരു പരിപ്പ്. അതാരാണെന്നോർത്ത് നിന്റെ ഒന്നും തല പോയിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാവേണ്ടവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി കാണും. കനവതിലെന്റെ ചാരയായി നിന്നു നീയും പെയ്തലിഞ്ഞുവോ പെയ്തലിഞ്ഞുവോ. 100 പൊൻതിരികൾ കാത്തുവച്ചു മിഴി തൂകി നിന്നു വരികൾ നീ. ദേവരാഗമായി കാതിൽ മൂളുമൊരു കുഞ്ഞു തെന്നലായി നീ. 100 പൊൻതിരികൾ കാത്തുവച്ചു മിഴി തൂകി നിന്നു വരികൾ നീ. ദേവരാഗമായി കാതിൽ മൂളുമൊരു കുഞ്ഞു തെന്നലായി നീ. പെയ്തലിഞ്ഞുവോ ഇളവയിലാ ചിരിത്തൂകവേ മധുനുകരും തേൻ വണ്ടുപോ. വിഴികളിൽ മൗനമോടെ എന്റെ ഉള്ളിൽ നീയും പെയ്തലിഞ്ഞുവോ. കനവതിലെന്റെ ചാരയായി നിന്നു നീയും പെയ്തലിഞ്ഞുവോ പെയ്തലിഞ്ഞുവോ. ശ്രുതി നീട്ടുമോ പൊൻവീണയായി നീ ഇന്നെന്നിൽ. രാഗമായി മൃദുതാളമായി ഇന്നെന്നിലായി ചായുമോ. അരികിലായി ശ്രുതി നീട്ടുമോ പൊൻവീണയായി നീ ഇന്നെന്നിൽ.
100 പൊൻതിരികൾ കാത്തുവച്ചു മിഴി തൂകി നിന്നു വരികൾ ദേവരാഗമായി കാതിൽ മൂളും ഒരു കുഞ്ഞു തെന്നലായി നീ പെയ്തലിഞ്ഞുവോ നീ ഒരുപാട് വൈകി തന്നെ. ഇനി നമ്മൾ ഒരുമിച്ച് അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. നീ ഇപ്പോൾ എനിക്ക് നേരെ നീട്ടിയ ജീവിതം മുമ്പ് ഞാൻ കൊതിച്ചതാണ്. ഇല്ല എന്നെ, ഇനി അത് നടക്കില്ല. പാട്ടി തെരുവ് നായെപ്പോലെ ജീവിച്ച് മടുത്തു. ഞാൻ ഇനി എത്ര നാൾ പുറത്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിനി വയ്യ ജയിലിലെ ഇരുട്ടുമുറിലേക്ക് തിരിച്ചു പോകാൻ. ഞാൻ നിർത്തുക, എല്ലാം അവസാനിപ്പിക്കും. പാട്ടി നീ എന്താ തമാശ പറയാ? എത്ര രൂപ മുടക്കിട്ട മുതലാളി നിന്നെ ഇറക്കിയെന്നറിയോ? അമ്മേനെയും പിള്ളേരെയും കേസിൽ നിന്ന് ഒഴിവാക്കാനേ ഒരുപാട് കാശ് ചിലവായിട്ടുണ്ട്. അത് നീ മറക്കരുതിട്ടാ. പിന്നെ നമ്മള് തെരുവട്ടികൾ തന്നെയാ. മറ്റു പട്ടികളെ ആട്ടി ഓടിച്ചാലേ നിനക്കുള്ള അന്നം മുട്ടാണ്ട് കിട്ടുള്ളൂ. അവിടെ നീ തല കുനിച്ച പട്ടിണി കിടന്ന് ചാകുള്ളു. എന്നിട്ട് ആ പണം കൊണ്ട് വല്ലതും നേടണണ്ടാ? കാട്ടിപ്പിടി കൂടി കിട്ടുന്ന ഭക്ഷണം ഒരു നേരം മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റണ്ട. മുതലാളിയുടെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം. നിനക്ക് പ്രാന്താണ് ഡാ. ഇപ്പൊ നിനക്ക് ഈ മണ്ണിലുള്ള വില അത് നിനക്ക് അറിയില്ല ഡാ. നിന്നെ കാണുമ്പോ പേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മുതലാക്കി കുറച്ച് കാശുണ്ടാക്കാൻ നോക്കടാ. ഇപ്പൊ നീ തല കുമ്പിട്ട അത് പൊക്കാൻ പിന്നെ പാടുപെടും. ഡാ പരിപ്പേ, ഒരു ബീഡിക്ക് സെറ്റ് കൊടുത്തടാ. അവന്റെ തലേന്ന് പെരുക്കട്ടെ. അടികളിയാ. പോകടിച്ച പിന്നെ സബാട്ടി നമ്മുടെ പഴയ സബാട്ടിയടാ. എങ്ങനെയുണ്ടാ ഡാ? ഒന്നുമില്ലടാ. നോക്കി, നാളെ പറഞ്ഞ പോലെ പണി കിടക്കണം കേട്ടാ. പോട്ടെ മക്കളെ, നാളെ കാണാം. നിനക്കിതെന്തുറ്റ പറ്റിയേ? നീ 2 ദിവസം തിരക്കിടക്കൊണ്ട പുണ്യാളെ. അങ്ങോട്ട് കയറടി. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞില്ലടി ആ തെണ്ടികളുടെ വീട്ടിൽ പോരുതെന്ന്? നിന്നോടാ പറയുന്നത്. കർത്താവേ, കണ്ട കൊലപാതകളും ഗുണ്ടകളൊക്കെ കയറി ഇറങ്ങുന്ന സ്ഥലം അത്. എടി പട്ടി ചത്ത് കിടക്കുന്നല്ലോ, റോട്ടിൽ ചത്ത് കിടക്കണ്ടവനവൻ. കൂടെ പോണ നിനക്ക്? അമ്മ എന്തു മുതൽ അവിടെ കയറാണ്ടായത്? ഞാൻ ഇനിയും പോവും. തല്ലിക്കൊന്ന് റെയിലുമേ കൊണ്ട് ഇടും ഞാൻ. നിന്നെ പെറ്റ് വളർത്തിയിട്ടില്ലെന്ന് കരുതും ഞാൻ. നിങ്ങൾ എന്ത് നോക്കിയിരിക്കുക മനുഷ്യ? നാക്കിറങ്ങിപ്പോയോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവള് വിചാരിക്കും പോലെ നടന്ന പിന്നെ എന്നെ നോക്കണ്ട. അപ്പനും മോളും കൂടെ തല്ലി കൊള്ളേ കൊടുക്കേ എന്ത് വേണ ചായ്ക്കോ. നിർത്താറായില്ലടി കരച്ചില്. അറിയാത്ത പണി ചെയ്യാൻ നിൽക്കരുത്.
ചങ്കിരി പണി കൊടുത്തെങ്കിൽ മീനനെ കത്തിയോട് ചോരണ്ടാ നിൽക്കണവൻ. ഡാടാ ഇവൻ ചെയ്യാണ്ട് അറച്ചു നിന്നിട്ടല്ലടാ അവൻ കയറി പണിതേ. മിണ്ടാത്തതിലും നല്ലല്ലടാ കൊഞ്ഞപ്പ്. ഇത്ര നാള് കൊഞ്ഞപ്പ് മാറാത്ത പിള്ളേരെന്നല്ലേ നല്ല വെട്ടിപ്പായിട്ട് പണി ചെയ്ത് കൈ തന്നത്. പിന്നെ എന്താ ഇപ്പൊ ഇവന്റെ കൈ വരച്ചേ? എനിക്ക് പണി ആരേതായാലും കുഴപ്പമില്ല, ഭംഗിയാ മതി. ഇവന്റെ കൈ വരച്ചാലെന്താ? തനിക്ക് പണി നല്ല വെടി പണിയിടുന്നില്ലേ? പിന്നെന്തൊരു മൊരമരപ്പ്. ഡാടാ ഇത് നിന്റെ പള്ളിക്കനാലല്ല. ഇവിടെ ആദ്യം ഒച്ച പോകണ്ട, കിടാങ്ങള് പഠിക്ക. മക്കള് പോ. ഓന്നുണ്ടിക്കോ ഇത്തവണ ഒരു പണിയിട്ടിരിക്കും. സബാട്ടി പണ്ടാരം നിനക്കാരെ വെച്ചതാടാ നായന്റെ മോനെ. പോതൊക്കെ തുടക്കരുത് പിശാചേ. ബാക്കിയുള്ളവര് പെറുക്കി നടക്കണ വഴിയില് മറ്റതുകൊണ്ട് വെച്ചേക്കണ. സബാട്ടി നിന്റെ തല തെറിക്കൂടാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല സബാട്ടി. എന്റെ പ്രാർത്ഥന കൊരട്ടിമുത്തി കേൾക്കാതിരിക്കില്ല. വാ നമുക്ക് പോവാം. നീ ചെയ്താലും നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ അതോർത്ത് കളിക്കൊന്നും വേണ്ട കേട്ടല്ലോ. എന്തിനാടാ തമ്മി തല്ലി വെറുതെ ജീവിതം ഇങ്ങനെ പാഴായി കളയുന്നത്? ഏതാ പെണ്ണ്? ഇവിടെ അവിടെ എന്താ നിന്റെ പേര്? അന്നമ്മ. നല്ല വല്ല ഉദ്ദേശമാണ് ആയിക്കോ. പിന്നെ ഒരു കുടുംബമൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ. എന്നാലും നിനക്ക് സ്നേഹബന്ധത്തിന്റെ വില മനസ്സിലാവൂ കേട്ടല്ലോ. ഡേ വെറുതെ ശൃംഖരിച്ച് വാലത്തും നടക്കാണ്ട് നല്ലത് വല്ലതും പറഞ്ഞു കൊടുക്കാൻ നോക്ക് കേട്ടല്ലോ. പോട്ടെ. എൻ്റെ സ്ഥാനത്ത് ആ മേരി ചേച്ചി പാവം, ഞാൻ പോയേനെ. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതായിരുന്നു. ചാവ് അതിൻ്റെ കാൽച്ചുവട്ടില്ല. ഒരു കണക്കിന് നോക്കിയ മേരി ചേച്ചിയേക്കാളും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. കൺമുന്നിൽ മുഴുവൻ ചോരയാ. എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ഓരോരുത്തരുടെ രക്തം പുരണ്ട മുഖങ്ങളാണ്. നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹം വന്നില്ലേ? അതുപോലെ എല്ലാം മാറും. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. കൊരട്ടിമുത്ത് എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കും. മകളിൽ വിരിയും ഈറൻ പൂമുഖം എന്നിൽ നിന്നും മായുമോ എന്നേക്കുമാ തെന്നലേ
തെന്നലേ ഇമകളിൽ വിരിയും ഈറൻ പൂമുഖം എന്നിൽ നിന്നും മായുമോ എന്നേക്കുമാ തെന്നലേ തെന്നലേ പോക്കുവയിൽ ഈ സായം സന്ധ്യ തന്നിൽ വർണ്ണം പാരി വിതറുന്ന പോലെ വന്നു നീ ഇമകളിൽ വിരിയും ആശകൾ എന്നിലേക്കു നീക്കുമോ നീരാടലിൽ കാണും എന്നും തരളിതമാ ഓർമ്മതൻ മഞ്ചലിൽ തെന്നലിലൊഴുകും രാഗമാ എന്നിലേക്കു നീ പോരുമോ ഇമകളിൽ വിരിയും ഈറൻ പൂമുഖം എന്നിൽ നിന്നും മായുമോ എന്നേക്കുമാ തെന്നലേ തെന്നലേ ഇമകളിൽ വിരിയും ഈറൻ പൂമുഖം എന്നിൽ നിന്നും മായുമോ എന്നേക്കുമാ തെന്നലേ തെന്നലേ നീ നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ അമ്മനെ. ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക്? അമ്മേ നീ മിണ്ടരുത്. എൽസി, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആര് പറഞ്ഞാലും കേൾക്കാത്തവനാ. ഇപ്പൊ അവന് നല്ല ബുദ്ധി വന്നിട്ടുണ്ട്. നീ ഒന്ന് സമ്മതിക്കേ. എല്ലാം നന്നായി വരും. കഴിഞ്ഞ ആ നശിച്ച ദിവസത്തിന് പകരമാ ദൈവം എനിക്ക് ഇങ്ങനൊരു സന്തോഷം തന്നത്. ഇന്ന് പള്ളിയിൽ പോകുമ്പം നീ അവളെ കൂടി ഒന്ന് വിട്. ഇവൻ്റെ അപ്പൻ്റെ കുഴിമാടത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഇവരെല്ലാം തീരുമാനിച്ചിരിക്കല്ലേ, ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറയല്ലേ എൽസി, നല്ല മനസ്സോടെ പറഞ്ഞയക്ക്. ഞാൻ വികാരി അച്ഛനെ കണ്ട് സംസാരിക്കാം. വാ. പോട്ടെ.
വണ്ടി എടുക്കാം. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുണ്ട്. അപ്പനെ പോലെ ആർക്കും വേണ്ടാത്തവനായി ഒരട്ടിയിലെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ചത്തു മലച്ചു കിടക്കുന്നുണ്ടാവും. നോക്കിയേ, നിന്നെ ശപിച്ചവര് പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോ ദൈവം അങ്ങനെ ചെയ്യുമോ? ഇല്ലെങ്കിൽ ഇത്രയും നാൾ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയ ആ സെബാട്ടിയെ എനിക്ക് തിരിച്ചു തരുമോ? ഇനി അങ്ങനെ ദൈവം എന്നോട് ചെയ്ത നീ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞാൻ അവിടെ എത്തും. എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് നമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി വരും. ഇത്തിരി കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അത് മതി. വാ മക്കളെ, പോകാം. സ്വീകാര്യത്തിൽ എന്തിട്ടാ പറഞ്ഞോ മനസ്സേ? അടുത്ത മാസം നടത്താന്നാ പറഞ്ഞത്. അതിനു മുമ്പ് ചിറ്റൂരൊരു ധ്യാനം കൂടണം. എന്തായാലും സെബാട്ടി കല്യാണം പള്ളി കനാലുമേ ഒരു പെരുന്നാള് പോലെ തന്നെ എടുത്തു ടോമനച്ചേ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്നും നന്നാക. എല്ലാവർക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഇവന്റെ കഴിഞ്ഞ അധികം വെച്ച് നീട്ടുന്നില്ല. ഇളയവന്റെ ഉടനെ നടത്തണം. പിപ്പിരിയല്ലേ? ബെസ്റ്റ് ബെസ്റ്റ്. ഹലോ, ഇപ്പൊ വരാം. സെബാട്ടൊന്ന് വീട്ടിൽ കൊണ്ടാക്കട്ടെ. ഇന്ന് എന്തിട്ടാ പറ്റ്? ഞാനിപ്പോ വരാന്ന് പറഞ്ഞ വരാന്ന്. എന്താ സുധീറെ? അളിയനാ വിളിച്ചത് പണ്ടാണ് പിടിക്കാൻ. അവിടെ ഏതോ പയ്യൻ പടക്കം പൊട്ടിച്ച് കൈയൊക്കെ പൊള്ളി. വേറെ വണ്ടിയൊന്നും കിട്ടണില്ലാന്ന്. ഞാൻ അവിടെ വരെ ചെല്ലട്ടെ. നടക്കാനുള്ള ദൂരമല്ലോ. നീ എന്തുട്ടാ വിളിച്ചേ? സുധീരേട്ടാന്ന്. ഓവരച്ചേ ഇവൻ നന്നാവൂട്ടാ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. സെബാട്ടേ പരിപ്പിനും പഴുത്തലിനെ പൊക്കി ഞാൻ അങ്ങോട്ട് വരാം. ആഘോഷിക്കണ്ടേ? ആരിത് കോക്കാനോ? എടാ നല്ലൊരു ദിവസമായിട്ടൊന്ന് പള്ളിയിലൊക്കെ പോയി. അവര് പോയിട്ട് കുറെ നേരമായല്ലോ. പള്ളിയിൽ പോയവരൊക്കെ വന്നു. നിങ്ങളൊന്ന് പോയി നോക്ക്. പിന്നെ കൊച്ചു പിള്ളേരല്ലേ? എടി അവരെ സുധീറിന്റെ ഹോട്ടലിൽ പോയേക്കണേ, ഇപ്പൊ വരും. നിങ്ങളാ സുധീറേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. കേക്ക് മുറിക്കണ്ടേ? പിള്ളേർ രണ്ടും കരയ്യ. അതിന് പോയവരും ഇങ്ങോട്ട് വരില്ലേ? പരിപ്പും പഴത്തിനും കൂടി ആശാനോടെ പോയേക്കാ. വല്ലതും കിട്ടുമോ നോക്കാൻ. ഒരു ഫുള്ളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഫുള്ള് എന്നുള്ള വിചാരമുള്ളൂ. ഒന്ന് പോയി നോക്കടാ. വാടാ. ഇവളുടെ വായ ഒരു കാലത്തും അടയില്ല. ഇവിടെ ഇരുന്ന കുണുകുണുന്ന് പറഞ്ഞോണ്ടിരിക്കും. വാ.
നിർത്താനോ? എടാ നല്ലൊരു ദിവസമായിട്ട് പള്ളിയിലൊക്കെ പോയിക്കോടാ. നീ എന്തുട്ടാ വിചാരിച്ചതാ പാട്ട്? ഇക്ക ഞങ്ങളെ സ്വന്തം അന്യന്മാരെ പോലെ കൊണ്ടുവരുന്ന ആ മനുഷ്യനെ ഇട്ടില്ലാണ്ടാക്കിയ നിന്റെ പിന്നാലെ വാലാട്ടി വരും വിചാരിച്ച ഇന്ന് കൂടെ നിന്നെ നീ പോക്കോ. അമ്മേ അന്ന നീ പൊയ്ക്കോ പൊയ്ക്കോ. നിക്കട്ടവള് ഇവന്റെ പ്രാണം പോടുന്ന അവള് കാണണം. അതിന് 2 പിള്ളേരാ ബാക്കി രണ്ടെണ്ണത്തിന് ഞങ്ങൾ ഉറക്കി. അരിപ്പും പടത്തിലൊക്കെ ഇനി പരലോകത്ത്. ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല മോനെ. എടാ നീയോ നന്ദി കെട്ടതായ കൊണ്ട് നടന്ന് കോലയ്ക്ക് കൊടുത്തല്ലോടാ. നീ നശിച്ചു പോടാതായേ. പാട്ടി എനിക്ക് മിത്രമില്ല, അതുപോലെ തന്നെ ശത്രുക്കളും. നീ എന്റെ ശത്രു ഒന്നല്ലേട്ടാ. തടസ്സം, എന്റെ ജീവിതത്തിൽ വന്ന തടസ്സം അതെങ്ങനെയാ മാറ്റേണ്ടത് എനിക്കറിയാം. അതെന്റെ കടമയാടാ. അങ്ങനെ ചെയ്യണവനെ കൂടെ വളർച്ചകളടാ. 14-ാം വയസ്സിൽ തുടങ്ങിയതാ ഞാൻ ഈ കളിയെ. അപ്പനെ അമ്മയെ ആദ്യം ഒഴിവാക്കേണ്ടി വന്നത്. അന്നെന്റെ കൈവറച്ചിരുന്നെങ്കില് ഞാനിന്നിവിടെ നിക്കില്ലടാ. സാധാരണ ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിച്ചാലേ അവൻ അന്വേഷിച്ചു വരാൻ പള്ളിക്കാരും അമ്പലക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒരു ഗുണ്ടക്ക് തോന്നിയാലേ അവൻ അന്വേഷിച്ചു വരുന്ന തൊപ്പി വെച്ച ഏമാമാരായിരിക്കും. മനസ്സിലായ? നിനക്കെങ്ങാനും ആ മാനസാന്തരം തോന്നിയ ഞാൻ തൂങ്ങുള്ള കൂട്ടാ. തോന്നൂടാ അതല്ല സവാട്ടി, നിനക്ക് തോന്നിപ്പോകും. ഇതൊക്കെ ശരിക്കും ആഗ്രഹം വന്നാലേ നീ പറഞ്ഞു പോകുള്ള കുട്ടാ. മതിടാ അത്രക്കൊന്നും താങ്ങാനുള്ള കാര്യമില്ല. അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് വന്നേക്ക്. ഇവനങ്ങനെ വെറുതെ വെട്ടിക്കൊല്ലില്ലടാ. എന്റെ ഇക്കട അരക്ക് താഴെ പോയെങ്കിലേ ഇവന്റെ കഴുത്തിന് മേലെ കാണില്ലടാ. നിന്റെ തല കൊരട്ടിക്കാരി കാണില്ലടാ. കാണിക്കണടാ അൻവർ.
നീ എത്തുന്നതിന് ഒരു നിമിഷം മുമ്പ് ഞാൻ അവിടെ എത്തും. എന്നിട്ട് നിന്റെ തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും. മാറിക്കേ. ഈശോ അമ്മേ സവാട്ടി കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവിൽ അത് മറയും വാക്കാൽ കഥ വേണ്ടേനി നോക്കാൽ ഇനി പറയാം കഥ കൊരട്ടി പട്ടണ റെയിൽവേ ഗേറ്റ്. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവിൽ അത് മറയും വാക്കാൽ കഥ വേണ്ടേനി നോക്കാൽ ഇനി പറയാം കഥ കൊരട്ടി പട്ടണ റെയിൽവേ ഗേറ്റ്. പേടിക്കണ്ടറാ, ആശാനണ്ട കൂടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. ഇടവഴിയിൽ പെടുമരണം ഇടതെരുവിൽ അത് മറയും വാക്കാൽ കഥ വേണ്ടേനി നോക്കാൽ ഇനി പറയാം കഥ കൊരട്ടി പട്ടണ റെയിൽവേ ഗേറ്റ്. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട് ചോരയിൽ അത് നീക്കി വേട്ടനായി കൂരാക്കാട്ടെ. കണ്ണിൽ കനലേറുവാൻ നെഞ്ചിൽ പുതുതാളമായി ചുണ്ട്